ആശ പറ്റാത്ത സ്വപ്നം നിൻ കണ്ണിലായി വന്നു ചേരും ആയിരുട്ടിനു മറുപടിയാ. ചാലക്കുടിയിൽ റിലീസില്ലാത്ത കാരണം 32 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് തൃശ്ശൂർ പോയിട്ടാണ് സിനിമ കണ്ടത്, അനോമി കണ്ടത്. സിനിമയോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമല്ല, ചില സിനിമകൾ കാണേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണ്. ഈ അനോമി കാണാനുള്ള പ്രധാന കാരണം ഭാവനയാണ്. ഭാവന കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നേരിട്ടിട്ടുള്ള ട്രോമ, ആ പോരാട്ടങ്ങളൊക്കെ നമുക്കറിയാം. അതിനോടുള്ള സോളിഡാരിറ്റി, നമുക്ക് ആ ഒരു സപ്പോർട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ഇങ്ങനെയുള്ള സിനിമകൾ, പ്രത്യേകിച്ച് ഇത് ഭാവന കോ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സിനിമയാണ്. അങ്ങനെയൊക്കെയാണ് നമുക്ക് ഒരു സപ്പോർട്ട് ചെയ്യാൻ പറ്റുക. അനോമി ശരിക്കും ഭാവനയുടെ തിരിച്ചുവരവ് എന്നല്ല, ഒരു റിക്ലമേഷനാണ്. ഇറ്റ്സ് എ പവർഫുൾ കംബാക്ക്, അതായത് സ്റ്റേറ്റ്മെന്റ് ഓഫ് എ ക്രാഫ്റ്റ് എന്ന് പറയാവുന്ന ചില രംഗങ്ങളുണ്ട് സിനിമയിൽ. ഈ സിനിമ കാണാനുള്ള രണ്ടാമത്തെ കാരണം അതിൻ്റെ പ്രമേയമാണ്. ഒരു സയൻസ് എലിമെൻ്റ് ഉണ്ട്, അത് കൂടുതൽ പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു ക്യൂരിയോസിറ്റി പോകും. പിന്നെ ഒരു സൈക്കോളജിക്കൽ അപ്രോച്ചും ഉണ്ട് അത് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. അത് കുറച്ച് പ്രോഗ്രസീവാണ്, അത് നല്ല ഇൻട്രസ്റ്റിങ്ങുമാണ്. ഭാവനയോളം തന്നെ പ്രാധാന്യമുള്ള വേഷങ്ങളാണ് റഹ്മാൻ ചെയ്തതും വിഷ്ണു അഗസ്ത്യ ചെയ്തിട്ടുള്ളതും അർജുൻ ലാൽ ചെയ്തിട്ടുള്ളതും. വളരെ റെലവൻസ് ഉണ്ട്. ഇവരെയൊക്കെ റഹ്മാനൊക്കെ കുറച്ച് നാളുകൾക്ക് ശേഷം നമുക്ക് സ്ക്രീനിൽ കാണുമ്പോഴുള്ളൊരു ഒരു ഇൻട്രസ്റ്റും ഉണ്ട്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും ഇവരുടെയൊക്കെ പെർഫോമൻസസ് നല്ല രസമുണ്ട്. ബിനു പപ്പുന് ഇപ്പോൾ അടുത്ത കാലത്ത് കിട്ടുന്ന കഥാപാത്രങ്ങളൊക്കെ വളരെ രസമുള്ളതാണ്. അതേപോലെ തന്നെ ഷെബിൻ, ഹീസ് ഓൾസോ ഹാസ് ഡൺ വെരി ഗുഡ്, ആ ഒരു പോർട്രേയിൽ നല്ല രസമായിട്ടുണ്ട്. പിന്നെ അതിലൊരു ചെറിയ ഡ്രോബാക്ക് ആയിട്ട് തോന്നിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില വിഷ്വൽ സ്റ്റൈലൈസേഷൻ, കുറച്ച് സൗണ്ട് എഫക്ട്സ് സ്റ്റൈലൈസേഷനൊക്കെ ചെയ്തിട്ടുള്ളത് അത് അത്രയ്ക്ക് വേണമായിരുന്നു. അത് കുറച്ചൊന്ന് നമ്മളെ പുറകോട്ട് വലിക്കുന്നുണ്ട് എന്നുള്ളത് പറയാതിരിക്കാൻ പറ്റില്ല. പക്ഷെ അതൊക്കെ ഒരു നെഗ്ലിജിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടി അപ്പീലിംഗ് ആയതിനേന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ സിനിമ വർത്താണ്. ഇറ്റ്സ് ഗുഡ് ടു വാച്ച്. ഇറ്റ്സ് ഓക്കെ ടു ടേക്ക് കിഡ്സ് ഓൾസോ, കാരണം കുറച്ച് പ്രോഗ്രസീവാണ്. ആ നിലയ്ക്ക് കുട്ടികൾ സിലൈക്കിനോ വളരെ ചെറുതല്ല, സിലൈക്ക് 12+ ആയിട്ടുള്ള കുട്ടികളെയും കൊണ്ടുപോകാവുന്ന നല്ല സിനിമയാണ് അനോമി. സോ പ്ലീസ് ഗോ ആൻഡ് വാച്ച്.